രാവിലെ പാക്കൂസിനെല്ലാം സ്കൂളിൽ കൊണ്ടിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് നല്ലതായിട്ട് വിശന്നിട്ട് അന്നേരം ഒരു ദോശയും തിന്ന് നേരെ അങ്ങ് അടുക്കളയിലോട്ട് കയറി കേട്ടോ. കാരണം എനിക്ക് രാവിലെ അരി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കുറേ ജോലി അങ്ങ് മാറി കിട്ടുന്ന പോലാണ്. ചിലപ്പോൾ കണ്ട് ശീലിച്ചത് കൊണ്ടായിരിക്കും. വീട്ടിലൊക്കെ ആണെങ്കിൽ വിറകടുപ്പിലൊക്കെ അല്ലേ ചോറ് വെക്കുന്നത്. അന്നേരം അമ്മ അങ്ങനെ ചെയ്ത് കണ്ടുകൊണ്ടാണ്. കണ്ട് ശീലിച്ച ശീലം നമുക്ക് എവിടെ ചെന്നാലും മാറ്റാൻ പറ്റത്തില്ലെന്നാണല്ലോ അല്ലേ? ചിലപ്പോൾ മാറ്റാൻ പറ്റുമായിരിക്കും, എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ എന്തായാലും രാവിലെ തന്നെ എല്ലാ ജോലി അങ്ങ് ഒതുക്കാറാണ് പതിവ്. അന്നേരം ഇന്നലെ സൺഡേ മാർക്കറ്റിൽ പോയപ്പോൾ കുറച്ച് പയർ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നേരം ആ പയറെല്ലാം ഞാൻ പതുക്കെ ഇരുന്ന് അരിവാണ്. അതിൻ്റെ കൂടുതൽ ഞാൻ ബാക്കിലോട്ട് നോക്കുന്നത് കുറേ പിള്ളേർ അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. ബാൽക്കണിയിലാണെങ്കിൽ എനിക്കൊരു റോസാച്ചെടി ഉണ്ട് കേട്ടോ. പിള്ളേർ അതിൽ റോസാപ്പൂ പറിക്കുമെന്നാണ് ഞാൻ നോക്കിയിരുന്നത്. പക്ഷേ ഞാൻ നോക്കിയിരുന്നത് വെറുതെ ആയിപ്പോയി കേട്ടോ. അവരതെല്ലാം ഒരെണ്ണം പറിച്ചുകൊണ്ടാണ് പോയത്. പിന്നെ പിള്ളേരല്ലേ പോട്ടെ, അവർക്കിപ്പോൾ ഉത്സവമൊക്കെ ആയതുകൊണ്ട് സ്കൂളിലൊന്നും പിള്ളേരങ്ങനെ പോയിട്ടില്ല കേട്ടോ. പാക്കൂസ് രാവിലെ സ്കൂളിൽ പോയി. അടുത്ത വീട്ടിലെ പിള്ളേരാരും പോയിട്ടില്ല. അന്നേരം ഞാൻ പയ്യെ പയർ മെഴുക്കുവരട്ടി അങ്ങ് വെക്കുവാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ മീൻകറി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് ഇന്നലെ വെച്ച മീൻകറിയാണ്. അന്നേരം ഇന്നലെ വെച്ച മീൻകറി ഇന്ന് തിളപ്പിച്ച് വെച്ച നല്ലൊരു ടേസ്റ്റ് ആണല്ലോ. മീനൊക്കെ മുളകറി വെച്ചിട്ട് ഇന്നലെ വെച്ചിട്ട് ഇന്ന് കഴിക്കുമ്പോഴാണല്ലോ ഒരു പ്രത്യേക രുചി. എന്തായാലും അങ്ങനെ പറഞ്ഞിരുന്നിട്ട് ചോറൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട് കേട്ടോ. അന്നേരത്തേക്ക് ഞാനതൊന്ന് അടച്ചിടാമെന്ന് വിചാരിച്ച്. അപ്പോഴത്തേക്കും അടുത്ത വീട്ടിലൊരു കൊച്ചു വന്നിട്ടുണ്ട്. ഞാൻ അതിനോട് കാര്യമൊക്കെ പറഞ്ഞിരുന്നത് പയ്യെ അരിയൊക്കെ അടയ്ക്കുവാണ്. എനിക്കല്ലെങ്കിലും ആരെങ്കിലുമൊക്കെ വീട്ടിൽ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുന്നതുകൊണ്ടായിരിക്കും കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ മീൻ വറുത്തുണ്ടല്ലോ അതൊന്ന് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് അതും എടുത്ത് വെക്കുന്നുണ്ടായിരുന്നു. എൻ്റെ കൂട്ടത്തിൽ തന്നെ അവിയലുണ്ടായിരുന്നേ, അതും ഒന്ന് ചൂടാക്കാൻ വെച്ചാണ്. ബാലൻസ് ഇത്ര അവിയലുണ്ട്. ഞാൻ എത്ര കുറച്ച് വെച്ചാലും അത് പിറ്റേ ദിവസത്തേക്കും കൂടി ഇരിക്കുന്നുണ്ട്. കാരണം ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ ഇവിടെ. മാക്സിമം ഫ്രിഡ്ജിൽ വെക്കരുതെന്ന് കരുതുവേ. അപ്പോഴത്തേക്ക് പാക്കൂസിൻ്റെ സ്കൂളിൽ വിടാൻ സമയമായി. പിള്ളേരെല്ലാം ഓടിപ്പോകുന്നുണ്ട്. ഇത് ബസ്സിൽ പോകുന്ന പിള്ളേരാണ്. അന്നേരം ഞാനും പെട്ടെന്ന് പോകാം. അങ്ങനെ ഞാൻ ചെന്നപ്പോഴത്തേക്ക് പാക്കൂസിൻ്റെ ക്ലാസ് വിട്ടിട്ടില്ലേ. ഞാൻ കഴിഞ്ഞ് പിന്നെ ഞാൻ കുഞ്ഞിനെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ കൊണ്ടുവരുന്ന ഉടനെ ഒന്ന് കുളിപ്പിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ അവന് ചോറൊക്കെ കൊടുക്കുവാണേ. അവനാണെങ്കിൽ മീൻ ഭയങ്കര ഇഷ്ടം, മീൻ മാത്രം മതി. അങ്ങനെ പിന്നെ എനിക്കും നോക്കിയിരിക്കാൻ വേറെ ആരുമില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ ഉച്ചക്കാലത്തേക്ക് അവിയലും പയർ മെഴുക്കുവരട്ടി മീൻ വറുത്തതും മീൻ കറി, ഞാൻ ചാറ് മാത്രമേ കഴിക്കത്തുള്ളൂ, കഷ്ണം കഴിക്കത്തില്ല കേട്ടോ. അതെല്ലാം കൂട്ടി ഞാനും നല്ല സൂപ്പറായിട്ട് ചോറുണ്ട്. സ്വർഗ്ഗമായിരുന്ന സ്വർഗ്ഗം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു എൻ്റെ കുഞ്ഞൊരു വീഡിയോ. നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. എൻ്റെ ചാനലിൽ കയറിയിട്ട് വേറെയുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അതും കൂടെയൊക്കെ ഒന്ന് നോക്കണേ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ. ബൈ ബൈ.